പുല്ലാട് സ്വദേശി ഷാരിമോളുടെ കൊലപാതകത്തിൽ ഭർത്താവ് ജയകുമാർ തിരുവല്ലയിൽ പിടിയിലായി. കൊലപാതകം നടന്ന് 4-ാം ദിവസമാണ് ഇയാളെ പിടികൂടുന്നത്. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇയാളുടെ ആക്രമണത്തിൽ ഷാരിമോൾ മരിച്ചിരുന്നു. ഷാരിമോളുടെ അച്ഛനും അവരുടെ ബന്ധുവിനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എടുത്തേ അതെ ഞാനല്ലേ ബാംഗ്ലൂർ ഞാൻ ഇവിടെ വന്നത്. നിന്റെ പേരെന്തോ? എനിക്ക് അത് നിന്റെ പേരെന്തോ? ബാംഗ്ലൂർ ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഇന്നലെ വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയത്. എനിക്ക് അതിലൂടെ രക്ഷപ്പെടാൻ കാരണം ഞാൻ പിടിവിടാൻ വേണ്ടി ഇരിക്കുകയാണ്. CK അഭിലാലുണ്ട്. വരുകളോ അഭിലാൽ ബാംഗ്ലൂരായിരുന്നു, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞതെന്ന് തോന്നുന്നു. ചെയ്ത കുറ്റമൊക്കെ സമ്മതിച്ചോ? അതെ, അയാളുടെ വിശദീകരണം അത്തരത്തിലാണ്. എങ്കിൽ പോലും വേഗത്തിൽ തിരിച്ചറിയാതിരിക്കാനുള്ള സൂത്രപ്പണികൾ കൂടി ഇദ്ദേഹം ചെയ്തു എന്നുള്ളത് പ്രകടവുമാണ്. മീശയും അതോടൊപ്പം തന്നെ താടി രോമങ്ങളും ക്ലീൻ ഷേവ് ചെയ്ത അവസ്ഥയിലാണ് ഇയാളെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തിരുവല്ല സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു തട്ടുകടയ്ക്ക് അരികിൽ കണ്ടെത്തിയത്. ഇയാളുടെ സമീപവാസിയായ കവിയൂർ സ്വദേശിയായ ഒരാൾ കാണുകയും തിരിച്ചറിയുകയും അയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരുവല്ല സ്വകാര്യ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് സംഘത്തിന്റെ ഏതാനും ആളുകൾ റോഡിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങി നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ജയകുമാറിനെ കണ്ടെത്തുകയും ഇയാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. ഈ കൊലപാതകം നടത്തിയ ശേഷം ആ സംഭവ സ്ഥലത്തു നിന്നും നടന്ന് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്നും ട്രെയിൻ മാർഗം ബാംഗ്ലൂരിൽ എത്തി എന്നുള്ളതാണ് അയാൾ പോലീസിനോട് ആദ്യഘട്ടത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ വാർത്താ മാധ്യമങ്ങളിലും തന്റെ ചിത്രങ്ങൾ അടക്കം വന്ന പശ്ചാത്തലത്തിൽ തിരിച്ചറിയപ്പെടാനും പിടികൂടപ്പെടാനുമുള്ള സാധ്യത മുന്നിൽ കണ്ട് നേരെ തിരികെ എത്തി പോലീസിന്റെ കീഴ്പ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള നീക്കം നടത്തി വരുന്നതിനിടെയാണ് തീർത്തും അപ്രതീക്ഷിതമായി താൻ പോലീസിന്റെ വലയിലായത് എന്ന് ഇയാൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് പ്രതിയെ. ഇയാൾ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം കത്തി കണ്ടെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സ്ഥലത്തെത്തിച്ച് പ്രതിയെ തെളിവെടുക്കേണ്ടതുണ്ട്. അതേസമയം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടയുകയും ചെയ്ത ഇയാളുടെ ഭാര്യ ഷാരിമോളുടെ സംസ്കാരം അല്പം മുൻപാണ് വീട്ടുവളപ്പിൽ നടന്നത്. ഒപ്പം തന്നെ ഷാരിമോളുടെ പിതാവ് ശശി, അതോടൊപ്പം തന്നെ ശശിയുടെ സഹോദരി രാധാമണി എന്നിവർ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എന്താണ് ഇതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്? ആക്രമണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്താണ്? പെട്ടെന്നുള്ള പ്രകോപനം എന്താണ് എന്ന വിഷയത്തിലടക്കം ഇയാളിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പോലീസ് പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാര്യയിൽ ഇയാൾക്കുണ്ടായ സംശയത്തെ തുടർന്ന് നിരന്തരം വീട്ടിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത് പലപ്പോഴും അക്രമത്തിലേക്ക് കലാശിച്ചിരുന്നു. അത്തരത്തിൽ മുൻപും പലതവണ ഷാരിമോൾ പോലീസിന്റെ സഹായം തേടി രേഖാമൂലം പരാതി നൽകിയിരുന്നു. ദമ്പതികൾക്ക് പോലീസ് കൗൺസിലിംഗ് നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. കേസെടുക്കുന്നതിനോട് അപ്പോഴും ഷാരിമോൾക്ക് താല്പര്യമില്ലായിരുന്നു. ഭർത്താവിനെ താക്കീത് ചെയ്ത് വിട്ടാൽ മതി എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളിൽ നിന്ന് പോലും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:30 കൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഷാരിമോൾ ജോലി ചെയ്ത് വന്നിരുന്ന ബ്യൂട്ടി പാർലറിലെത്തി അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന ശേഷമാണ് ദമ്പതികൾ തമ്മിൽ തർക്കമുണ്ടായത്. അങ്ങനെ ആദ്യം ഷാരിമോളെ കുത്തുകയും തടസ്സം പിടിക്കാനെത്തിയ പിതാവിനെയും സ്ഥലത്തേക്ക് എത്തിയ പിതൃ സഹോദരിയായിട്ടുള്ള രാധാമണിയെയും കുത്തിയ ശേഷമാണ് ജയകുമാർ സ്ഥലത്തു നിന്നും കടന്നത്. തുടർന്ന് ഇയാളെ പിടികൂടാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പോലീസ്. 4 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാതിരുന്നത് പോലീസിന് വലിയ വിമർശനം കൂടി ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന വേളയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി ജയകുമാർ പോലീസിന്റെ പിടിയിൽ ആവുന്നത്.